നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തുറന്നു പറയുകയാണ്. എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് സർവീസിൻ്റെ ഇഷ്യൂസ്, എന്തൊക്കെയാണ് നിങ്ങൾ ആ വാഹനം വാങ്ങിച്ച സമയത്തുണ്ടായ എക്സ്പീരിയൻസ്, അങ്ങനെ എന്തും പറയാനുള്ളൊരു വേദിയാണ് നമ്മുടെ റാപ്പിഡ് ഫയർ. റാപ്പിഡ് ഫയർ വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത ഒരു പ്രോഗ്രാം കൂടിയാണ്. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് നമ്മുടെ റാപ്പിഡ് ഫയറിൽ പ്രത്യക്ഷപ്പെടുന്നത് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ റാപ്പിഡ് ഫയറിൽ BMW X1 പ്രത്യക്ഷപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഒരു X1ൻ്റെ ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? ഗോപികൃഷ്ണൻ. എന്ത് ചെയ്യുന്ന വിഷയം? ഞാൻ വർക്ക് ചെയ്യാണ് ഒരു IT കമ്പനിയിൽ ഇന്ത്യ ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യാണ്. ശരി. ഇവിടെ കൊച്ചിയിൽ തന്നെ? കൊച്ചിക്കാരനാണ്. ശരി. എത്ര കാലമായി X1 എടുത്തിട്ട്? ഇതിപ്പോൾ ഈ ജാനുവരിയിൽ 6 കൊല്ലമാവും. 6 കൊല്ലമായി? പക്ഷേ ഇത് കണ്ടിട്ട് 6 മാസം പോലും ആയ ലക്ഷണമില്ലല്ലോ. അതുപോലെ സൂക്ഷിക്കുന്ന ആളാന്ന് തോന്നുന്നല്ലേ വണ്ടി? വണ്ടി എന്താണ് 6 വർഷം മുമ്പ് ഇപ്പോൾ ഇതേ സെഗ്മെൻറ്റിൽ Audi Q3 ഉണ്ട്, ബെൻസിൻ്റെ GLA ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടാണോ ഇതിലേക്ക് എത്തിയത്? അതെ. ആക്ച്വലി എനിക്ക് ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു ഒരു 14 കൊല്ലം. അപ്പോൾ അവിടെ എനിക്ക് ഇതിനു മുമ്പ് ഒരു ഫോർഡ് ഫിയസ്റ്റ ഞാൻ യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൊടുത്തു. ഇപ്പോൾ പിന്നെ 2018 ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാറ് വാങ്ങണം എന്നൊരു മോഹം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതൊരു അന്ന് മറ്റേ ജീപ്പ് കോമ്പസ് ഒക്കെ ഇറങ്ങിയൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് ആയിരുന്നു എൻ്റെ ഒരു ഐഡിയ, അല്ലെങ്കിൽ XUV ആ ഒരു മോഡലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടിന് X5 ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നല്ല ഇതാണ്, ഡ്രൈവേഴ്സ് കാറാണ്. ഫോർഡ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാർ പൊതുവേ ഒരു ഡ്രൈവേഴ്സ് കാറാണല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടി ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ പിന്നെ ഇത് കുറച്ച് പിന്നെ ഒരു വേറെ സെഗ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്ട്രെച്ച് ചെയ്യാം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് എൻട്രി ലെവൽ വെഹിക്കിൾസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ X1, Q3, വോൾവോയുടെ XC40, ബെൻസിൻ്റെ GLA ഒക്കെ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴും ഞാൻ ഡ്രൈവിംഗ് ഒരു എന്തൂസിയാസ്റ്റ് ആയത് കാരണം എന്നുവെച്ചാൽ അങ്ങനെ ഭയങ്കര അല്ല, പക്ഷെ ഓടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം നോക്കിയപ്പോൾ ഒരു ഡ്രൈവേഴ്സ് ഓറിയൻറ്റഡ് കാറായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. മെഴ്സിഡീസ് എടുക്കുകയാണെങ്കിൽ ഒരു കോമ്പിനേഷൻ, അതൊരു ഷോഫർ ഡ്രിവൺ മോഡും പറ്റും, ഡ്രൈവേഴ്സിനും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പറ്റും. ഓഡിയും ഏകദേശം അതുപോലെ തന്നെ. പിന്നെ വോൾവോ ആണെങ്കിൽ ഒരു ഫീച്ചർ റിച്ച് ആയിരുന്നു ആ സമയത്ത് തന്നെ ഒരു ഫീച്ചർ റിച്ച് ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ BMW ആയിരുന്നു. പിന്നെ എനിക്ക് ഓടിച്ചു കഴിഞ്ഞപ്പോഴൊരു ആ ഒരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്കും റോഡ് ഗ്രിപ്പും ആ ഒരു എന്താ പറയുക, പ്ലാന്റഡ് ഓൺ ദ റോഡ് ഫീലിംഗ് ഒക്കെ കിട്ടിയ ഒരു വണ്ടി ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഡ്രൈവേഴ്സ് കാറാണെന്നുള്ള ശരിയാണ്, പക്ഷേ ഫാമിലി കാറാണോ? എനിക്ക് കുഴപ്പം തോന്നില്ല, കാരണം സ്പേസ് ഉണ്ട്, എല്ലാം നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ബാക്കിലൊക്കെ ഫാമിലിയൊക്കെ ഇരുന്നിട്ടും അവർ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഐഡിയലി ഫോർ 4 അഡൽട്ട്സ് ആണ്. കുട്ടികളുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കുട്ടിയും പുറകിലിരുന്നാലും ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അന്ന് പുതിയതെടുത്താ? എത്രയായി അന്ന് ആ സമയത്ത്? അന്ന് എനിക്ക് തോന്നുന്നു ഓൺ ദ റോഡ് 45 പഴയ കാലം അല്ലേ? അതൊന്നും കിട്ടില്ല. അപ്പോൾ അന്ന് പിന്നെ BMW ഓൺ ഫിനാൻസിങ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി അട്രാക്റ്റ്. അപ്പോൾ രണ്ടും കൂടി വന്നപ്പോൾ അവർക്ക് ബുള്ളറ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ അതൊക്കെ ഉള്ള കാരണം കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക അപ്രോച്ചബിൾ ആയിരുന്നു. ബാക്കിയുള്ളതൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം പിന്നെ ഇത് രണ്ടും കൂടി മാച്ച് ആയി വന്നപ്പോൾ. അപ്പോൾ പ്രീമിയം വാഹനത്തിലേക്ക് ആദ്യമായിട്ട് എത്തിയ ആളാണ്. എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ്? സർവീസ് കോസ്റ്റ് പ്രീമിയം സെഗ്മെൻറ്റിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള സെഗ്മെൻറ്റിലെ സർവീസ് കോസ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഓക്കെയാണ്. വേറെ എനിക്ക് മേജർ ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല 6 കൊല്ലമായിട്ടും. സാധാരണ ഒരു സർവീസിന് എത്ര രൂപയാകുന്നുണ്ട്? എനിക്ക് ആനുവലി ഇത് 10,000 ആണല്ലോ. അപ്പോൾ എൻ്റെ ഒരു 63,000 ആയി. അപ്പോൾ ഓരോ കൊല്ലമാണ് നോർമലി വരാറ്. ഒരു ഓത്തറൈസ്ഡ് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഒരു 18,000 അത്രേ ഉള്ളൂ. അത്ര വരാറുള്ളൂ എനിക്ക്. കാരണം എനിക്ക് വേറെ മേജർ റീപ്ലേസ്മെൻറ്റും നോർമൽ വെയർ ആൻഡ് ടയർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു 6 ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മാറ്റേണ്ട ഒരു കാലം ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കങ്ങനെ പെട്ടെന്ന് മാറ്റാൻ തോന്നണില്ല. കാരണം ഐ എം ഹാപ്പി ഒരു ഒരു മൂഡിലായത് കാരണം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഞാൻ കുറേ കാലം GLA ഡീസൽ ഓടിച്ചാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിൻ്റെ മൈലേജ് ആയിരുന്നു. 20+ ഒക്കെ ആയിരുന്നു ഡീസൽ മൈലേജ്. ഇതും ഡീസലാണ്. എത്രത്തോളം കിട്ടുന്നുണ്ട് മൈലേജ്? ഇത് പ്യുവർ ഹൈവേ റൈഡ് ആണെങ്കിൽ നമുക്ക് 20 ഒക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി വരികയാണെങ്കിൽ പ്യുവർ ഹൈവേ ആണെങ്കിൽ 20 ഒക്കെ നമുക്ക് കിട്ടും. അത് ഒരു നോർമൽ 100+, 120, 30, 40 അങ്ങനെ പോകണമെങ്കിൽ ചിലപ്പോൾ കുറയായിരിക്കും. പക്ഷേ
ഒരു 80 to 100 റേഞ്ചിൽ പോവുകയാണെങ്കിൽ 20 ഒക്കെ കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ ഡ്രൈവിംഗ് പ്ലഷർ ആയിരിക്കും. എന്താണ് ഇതിൻ്റെ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് പറയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ മോഡലിൻ്റെ പറയുകയാണെങ്കിൽ അന്ന് ഇതിനകത്ത് അത്രയും ഫീച്ചേഴ്സ് ഇല്ല. 2020 കുറേ ഫീച്ചേഴ്സ് പിന്നെ വന്നത്. അപ്പോൾ അത് ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. എനിക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. അല്ല, അത് പക്ഷേ നമ്മൾ അന്ന് എടുത്തു പോയത് കൊണ്ടാണ്. അതല്ലാതെ എന്തെങ്കിലും വേറെ അങ്ങനത്തെ എനിക്ക് ഇഷ്യൂസും തോന്നിയിട്ടില്ല. പിന്നെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈയിടെ ഇറങ്ങിയൊരു ക്ലിപ്പ് എന്തോ കണ്ടാണ്. ഇപ്പോൾ ജർമ്മൻ കാർസ് ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, വണ്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ്. അല്ല, അത് നമ്മളിപ്പോൾ ഇത്രയും വില കൊടുത്തിട്ട് വണ്ടി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. സേഫ്റ്റി, അതുപോലെ ഡ്രൈവിംഗ് പ്രഷർ, മറ്റൊരു കാര്യം ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ് ഈ ഒരു ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്തരം പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിന് കൊടുക്കുന്ന അത്തരത്തിലുള്ള സർവീസ് കോസ്റ്റ് ഒന്നും ഒരു കാര്യമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. എനിക്ക് സത്യത്തിൽ എൻ്റെ GL നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അത് വിൽക്കേണ്ടതില്ലായിരുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. രസമായിരുന്നു, നല്ലൊരു വണ്ടിയായിരുന്നു. ഏതായാലും ഞാൻ ആ ജിംനിയൊക്കെ എടുത്ത സമയത്ത് എല്ലാം കൂടി വേണ്ടെന്ന് വെച്ചായിരുന്നു അത് വിറ്റത്. അപ്പം ഇനിയിപ്പോൾ ഉടനെ വിൽക്കുന്നില്ലെങ്കിൽ പോലും അതിന് ശേഷം എന്തായിരിക്കും ഒരു വണ്ടി വിറ്റാൽ? ഞാൻ ഇനി വിൽക്കുകയാണോന്നറിയില്ല. പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലും ഒരു പ്രീമിയർ പത്മിനി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പോഷക്കാരെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പ്രീമിയർ പത്മിനിയിലേക്ക്. അതെന്താണ് അതിനോട് ഇങ്ങനത്തെ വണ്ടികൾ ഇനി എടുത്തു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ നെക്സ്റ്റ് എന്താ? ഇതിനകത്ത് ഒരു നമുക്ക് പെടലിൽ കാല് കൊടുത്തിരിക്കുക എന്നുള്ളത് പോകാം. അതിനകത്ത് ആ ഒരു ഇതേ ഉള്ളൂ. ഇതിനകത്ത് ഫീച്ചേഴ്സ് വരും. ഇനിയിപ്പോൾ ഡ്രൈവർലെസ് കാർ അങ്ങനെ പോകുന്നുള്ളൂ. അതിനകത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഇൻപുട്ട് എന്ന് പറഞ്ഞ് നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. അപ്പോൾ എനിക്ക് കുറച്ച് നമുക്ക് ഡ്രൈവറിനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ് ഞാൻ നോക്കിയത്. പിന്നെ ഒരു വിൻറ്റേജ്, എനിക്ക് പഴയൊരു ആ ഒരു ചാമുണ്ടല്ലോ പ്രീമിയർ, അതൊരു മോഹമായിരുന്നു. ഞാൻ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നോക്കിയിരുന്നാണ് കുറച്ച്. പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത്. കാരണം അതിന് കുറച്ച് സമയം വേണമല്ലോ. അത് വേണം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി വേണം. പിന്നെ ഈ പറഞ്ഞ ഇപ്പം എല്ലാം വൃത്തികേടായിട്ട് മോഡിഫൈ ചെയ്തൊക്കെ വെച്ചിരിക്കണം പല വണ്ടികളും. പക്ഷേ അതിനകത്ത് AC ഒക്കെ മിസ് ചെയ്യല്ലേ ഇപ്പം? അതൊക്കെ പിന്നെ ഫിറ്റ് ചെയ്ത് അത് കുറച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ പവർ വിൻഡോസ് ആണെങ്കിലും പവർ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇപ്പോൾ ഈ സെഗ്മെന്റിൽ നിന്ന് അടുത്ത സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് കൂടും. കുറേ ഇലക്ട്രോണിക്സ് ആണ്. മെക്കാനിക്കലി പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു, കാരണം എനിക്കിപ്പോൾ പഴയൊരു ബുള്ളറ്റ് ആണല്ലോ, ഒരു 86 മോഡൽ. അപ്പോൾ അത് ഓടിക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ച് നമുക്കറിയാം, പണിയും പിടിക്കാം. അതെ. പിന്നെ ഇങ്ങനത്തെ വണ്ടികൾ എല്ലാ പാർട്സും വർക്ക് ചെയ്തുകൊണ്ട് ഓടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു സാധനം അപ്പം നമുക്ക് ശരിക്കും അവയർ ആയിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റിയും ആ ഒരു ഫീലും എൻഗേജ്മെന്റും ഉണ്ടാവും. അങ്ങനെ ഒരു അതുകൊണ്ടാണ്. ഇലക്ട്രിക് കാറുകൾ ഓടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് കാർ ഓടിച്ചിട്ടില്ല. അത് ചെറിയൊരു കാർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അതിനോട് എന്താ പറയുക, അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ഒരു പോക്കെന്ന് നോക്കിയിട്ടാകാന്നൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അതങ്ങനെ ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സെഗ്മെന്റിലും വരുന്നുണ്ടല്ലോ. നെക്സോണിൻ്റെ തന്നെ ഇലക്ട്രിക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് സാധ്യത തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് എങ്ങനെയുണ്ട് പോക്കെ നോക്കട്ടെ നമുക്ക് തീരുമാനിക്കാന്നൊക്കെയാണ് അവരുടെ ഒരു. കാരണം എന്തായാലും ഇതാണല്ലോ എന്താണ് അതിൻ്റെ ഭാവി ലോങ് എന്തൊക്കെയായിരിക്കും എപ്പോഴും ഒരു ഡിബേറ്റബിൾ സിറ്റുവേഷൻ ആയത് കാരണം ശരിയാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യണം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരാൾ BMW X1 എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഡെഫിനറ്റ്ലി ഒരു സംശയമില്ല. ഇല്ല ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഒരു ഇതേ അല്ലല്ലോ, ഫുള്ളി കംപ്ലീറ്റ്ലി ആയിട്ടുള്ളൊരു. ഏറ്റവും പുതിയ X1 കണ്ടിരുന്നോ? ഞാൻ ജസ്റ്റ് അതിൻ്റെ റിവ്യൂ കണ്ടിരുന്നു ഓൺലൈൻ. ഇതാണോ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും രണ്ടും ഇഷ്ടമായി സത്യം പറഞ്ഞു. എനിക്കിപ്പോഴും പഴയ മോഡൽ. എനിക്കിപ്പോൾ ഏറ്റവും പുതിയ BMW ഗ്രില്ലൊക്കെ അങ്ങ് കുറേ വലുതായിട്ട് അത് കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു എന്താ പറയുക ഔട്ട് ഓഫ് ദ ബോക്സ് സാധനമായിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നുമ്പോൾ ഇതാണ് ക്യൂട്ട്. ഇതാണ് കുറച്ചുകൂടി ഇപ്പോഴത്തെ എല്ലാം എന്താ പറയുക ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വന്ന പോലത്തെ കുറേ രൂപങ്ങളാണ് BMW ഇപ്പോൾ പുതിയ വണ്ടികളെല്ലാം. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്ര നേരം ചിലവിട്ടതിന്. അപ്പോൾ നമ്മളിനി പ്രീമിയർ പത്മിനിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ റാപ്പിഡ് ഫെയറിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ഒരു വാഹനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ടാറ്റ സുമോ ഗോൾഡാണ്. ഒരു കാലത്ത് എന്താണ് ഇന്ത്യയിലെ ഒരു പീപ്പിൾ മൂവർ എന്ന് വിളിക്കാവുന്ന ടാറ്റ സുമോയുടെ ഒരു എന്താ പറയുക സ്പെഷ്യൽ എഡിഷനായിട്ട് വന്ന അല്ലേ, വളരെ വൈകി വന്ന ഒരു മോഡലാണ് ഗോൾഡ്. ഇപ്പോൾ ടാറ്റ സുമോ തന്നെ ചരിത്രത്തിൽ മാത്രമേ ഉള്ളൂ. വാഹനങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ആളിനെ. നമസ്കാരം, പേര്? അക്ഷയ് അശോക്. എന്ത് ചെയ്യുന്നു അക്ഷയ്? എനിക്ക് ആക്ച്വലി മഹേന്ദ്ര പമ്പ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കോട്ടയം ആലപ്പുഴ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ചെയ്യുന്ന വർക്ക്.
ശരി. പമ്പെന്ന് വെച്ചാൽ നമ്മുടെ മോട്ടർ നമ്മുടെ മോട്ടർ അത് തന്നെ മഹീന്ദ്രയുടെ മഹേന്ദ്ര പമ്പ്സ് ശരി. അതിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ആലപ്പുഴ കോട്ടയം അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശരി. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണോ ഇത്, ഡിസ്ട്രിബ്യൂഷൻ അതോ ആക്ച്വലി അതിൻ്റെ ഒരു പർപ്പസിന് ഇത് മേജറായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. മിഡ്രോയിലെ സീറ്റ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നല്ലൊരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ ദോസ്തി സപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി ആക്ച്വലി ഇതിനകത്ത് സാധനങ്ങൾ കയറ്റുന്നുണ്ട്. ദോസ്തിനകത്ത് ആ ഒരു ലോഡ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ആക്ച്വലി നല്ല രീതിയിൽ സപ്ലൈ ചെയ്യാം. അപ്പം പ്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോഡല്ലാതെ താങ്ങുന്നുണ്ട്. കോട്ടയം റൂട്ടൊക്കെ ഓടുമ്പോൾ സാറിന് അറിയാമല്ലോ, നല്ലൊരു ഹില്ലി ക്ലൈംബ് ഏരിയയിലൊക്കെ നമുക്ക് ഈസിലി ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. എത്ര കാലം ഇത് വാങ്ങിച്ചിട്ട്? ഇതിപ്പോൾ 2 years ആയി. സെക്കൻഡ് ഹാൻഡ് എടുത്താ? സെക്കൻഡ് ഹാൻഡ്. ശരി. ഈ സാധാരണഗതിയിൽ അന്നത്തെ കാലത്തെ ടാറ്റയുടെ വണ്ടികൾ വളരെ പെട്ടെന്ന് എന്താ കണ്ടോ ഓടി അലയുന്ന ഒരു പ്രശ്നം ഉണ്ടോ? ആക്ച്വലി ഇത് കിട്ടിയ സമയത്ത് ഇതിന്റെ ഓണർ ആക്ച്വലി നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വേറെ വണ്ടികളുള്ളതുകൊണ്ട് ഇത് ആക്ച്വലി യൂസ് ചെയ്യാൻ മടി കാരണം മാറ്റിയിട്ടിരുന്നതായിരുന്നു. അപ്പം റെസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രോപ്പർ കെയർ ഇല്ലാത്തതിൻ്റെതായ കുറേ ഇഷ്യൂസ് ഞാൻ ഫൈൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ഓരോ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്ത് അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം പ്രോപ്പറാക്കി എടുത്ത് എന്ന് റെഡിയാക്കി എടുത്തതാണ്. എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി തുടങ്ങിയത്. ഈ റാറ്റ്ലിംഗ് സൗണ്ട്, ഗിരിഗിര സൗണ്ടുകളൊക്കെ ഈ ടാറ്റയുടെ പഴയ വണ്ടിക്കുണ്ട്, അതിപ്പോൾ ഉണ്ടോ ഇതിന്? ആക്ച്വലി വിക്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയുടെ ആവശ്യത്തിന് റെന്റിനെടുത്ത് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഗോൾഡിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു ഡിഫറൻസ് വരുത്തിയത് കണക്ക് എനിക്ക് തോന്നി. കാരണം കുറച്ചുകൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ടില്ല, എന്നാലും അത്യാവശ്യം ഫീച്ചേഴ്സ് അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വോയിസ് കൺട്രോൾ ഒക്കെ ഉണ്ട്. മറ്റേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേക്കുള്ള ഏത് മോഡൽ? ഇത് 2016 ലാസ്റ്റ് മോഡൽ. 8 വർഷമായി. 8 വർഷം എനിക്ക് തീരുന്ന ഭാഗമാണ് അല്ലേ ടാറ്റ സുമോ? അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഗ്രാൻഡ് റിലീസ്. അത് ഫ്ലോപ്പ് ആയി പോയി. ഈ ഒരു ഷേപ്പ്, ഈ ഒരു ലുക്ക് കണ്ടിട്ട് പെട്ടെന്ന് ഗ്രാൻഡ് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ ആക്ച്വലി എനിക്കിത് പണ്ട് തൊട്ടേ സാറിന്റെ ഒക്കെ വീഡിയോയിൽ ഞാൻ ഈ വണ്ടി ഇതിന്റെ റിലീസിംഗ് ടൈമിൽ കണ്ടിട്ടുണ്ട് ഗോൾഡ്. അപ്പോൾ അന്നോട്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഫിയസ്റ്റ ഉണ്ടായിരുന്നു, ഫിയസ്റ്റയുടെ പെട്രോൾ ഉണ്ടായിരുന്നു 1.4. അത് ഞങ്ങൾ കൊടുത്തിട്ടാണ് ഇതിലോട്ട് എത്തിയത്. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ഇതിന്റെ ഒരു റൈഡിങ് കംഫോർട്ട്, പിന്നെ നമുക്കുള്ള ആ വിൻഷീൽഡിൽ നിന്നുള്ളൊരു വിസിബിലിറ്റി, നല്ലൊരു വിസിബിലിറ്റി ആൻഡ് നമുക്കൊരു ഷോർട്ട് ഡിസ്റ്റൻസിലിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു ഇത്. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ്, കാരണം ഇതിങ്ങനെ അനങ്ങി വരുമ്പോൾ കാരണം നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. കണ്ടില്ലേ ഇതിന്റെ ഈ ബോണറ്റൊക്കെ ആണെങ്കിൽ ചെരിഞ്ഞിങ്ങനെ വരികയാണ്. ആ വിസിബിലിറ്റി ഉണ്ട്. ഇത്രയും വലിയ ഗ്ലാസ് ഏരിയയും താഴ്ന്ന ബോണറ്റൊക്കെ ആയിട്ട് രസമാണ് ഓടിക്കാൻ. പിന്നെ ഈ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ടാറ്റയുടെ വാഹനങ്ങൾക്ക് കുറേ മെക്കാനിക്കൽ ഇഷ്യൂസും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു തലവേദന അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോൾഡ് വന്നപ്പോഴത്തേക്കും കുറേ മാറ്റം വന്നു. വേറെ ഏത് വണ്ടി ഉപയോഗിക്കുന്നത്? വേറെ നമുക്ക് ഫിയസ്റ്റ ഉണ്ടായിരുന്നു, കിഡ് ഉണ്ടായിരുന്നു, അങ്ങനെ ക്രെറ്റ, ഇന്നോവ ഇതൊക്കെ ഉണ്ട് ആക്ച്വലി. അപ്പം ഇതിനകത്ത് മോസ്റ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മൊത്തത്തിൽ ഇതാണ്. ഇതിനകത്ത് കിട്ടുന്നൊരു ഫീൽ വേറെ കിട്ടാതായി. പിന്നെ ഓൾഡ് സ്കൂളാണ്, ഗിയറിനൊക്കെ ആ പ്ലേ ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഇത് കിട്ടിയാലേ ഇത് ഓടിച്ച് നടക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോഴത്തെ പോലെ ഈ ഷോർട്ട് ഗിയർ ഒന്നും അല്ല, വലിച്ചു വാരിയൊക്കെ ഇടണം. സാധനം നല്ല രസമുള്ള കാര്യമാണ് അത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. എന്തായാലും ആൾക്കാരൊക്കെ വണ്ടി കാണുമ്പോഴത്തേക്കും ചോദിക്കാം. ഇതിപ്പം ഞങ്ങൾ ഡീലേഴ്സിന്റെ അടുത്ത് പമ്പ് സപ്ലൈ ചെയ്യാൻ പോകുമ്പം ഈ ഷോപ്പിന്റെ ഫ്രണ്ട് ഇടുമ്പോഴെല്ലാം ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും വണ്ടി കൊടുക്കുന്നുണ്ടോ, വണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും നീറ്റായിട്ടൊരു സുമോ അങ്ങനെ കാണാറില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എൻക്വയറീസ് വരാറുണ്ട്, ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഇതിന്റെ മെക്കാനിക്കൽ സൈഡും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഇതിന് വരുന്ന പണികളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തെടുത്തി അപ്പം തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഈ വണ്ടിയെ പറ്റി പഠിച്ചു. അപ്പം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഈ വണ്ടിക്ക് വരത്തില്ലായിരുന്നു. കാരണം അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. ആദ്യത്തെ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു, ക്യാബിനകത്തൊക്കെ സ്റ്റിയറിംഗിനകത്തൊക്കെ വൈബ്രേഷൻസ് വരുമായിരുന്നു. അതൊക്കെ ഈ ആക്ച്വലി ഇത് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ ഓൾമോസ്റ്റ് വേറെ ടാറ്റ സുമോയൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം. സർവീസ് കോസ്റ്റും അതുപോലെ സ്പെയർ പാർട്സ് കോസ്റ്റും ഒക്കെ അത് ചീപ്പാണ് ആക്ച്വലി, കമ്പയറിംഗ് ടു ചീപ്പാണ്. പക്ഷേ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ പോലീസ് ക്യാമ്പിൽ എൻ്റെ ചേട്ടനുണ്ട്, പുള്ളി വഴി പോലീസുകാർക്ക് ഓൾറെഡി കുറേ ടാറ്റ സുമോ ഉണ്ടല്ലോ, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് കുറച്ച് ക്ഷമ വേണം സാധനം കിട്ടാനും പിടിക്കാനും ഒക്കെ. ഇപ്പോഴും അവൈലബിലിറ്റി നമുക്ക് എപ്പോഴും അവൈലബിൾ ആണോന്നില്ല, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ ആയത് ഞാനിപ്പോ പെട്ടെന്ന് ആലോചിച്ചു. കണ്ണൂർ സ്ക്വാഡ് വന്നപ്പോഴത്തേക്കും ടാറ്റ
ദിവസം അന്വേഷിച്ച ആൾക്കാർ നടക്കാൻ തുടങ്ങി. കാരണം അതുപോലെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. അതും ഇവിടെ നിന്ന് എത്രയോ ദൂരമൊക്കെ ഓടിക്കുന്നതായിട്ടൊക്കെ കാണിച്ചപ്പോൾ മൊത്തത്തിൽ അദ്ദേഹം വീണ്ടും മമ്മൂക്കയോടൊപ്പം തന്നെ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം കിട്ടിയ വാഹനമാണ്. അപ്പോൾ ഇതെന്തായാലും വളരെ കാലം കൈ കൊണ്ടു നടക്കാൻ തന്നെയാണ് പരിപാടി. അതെ അതെ, എൻ്റെ വീട്ടിൽ ആക്ച്വലി എല്ലാവർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ പതിയെ പതിയെ ഇവനെ അങ്ങ് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. കാരണം ആദ്യമൊക്കെ ഫിയസ്റ്റ കൊടുത്തിട്ടെടുത്തപ്പോൾ ആർക്കും ഇതെന്തോ ലോറി എടുക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കുന്ന ലോറി ആയിട്ട് ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്. അപ്പം ഇപ്പം എല്ലാവർക്കും കണ്ട് ഇവൻ്റെ ഉപയോഗമൊക്കെ മനസ്സിലായപ്പോൾ തൊട്ട് ഞങ്ങൾക്കിപ്പോൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ഒരു ഫാമിലി ട്രിപ്പ് എവിടെയെങ്കിലും അമ്പലത്തൊക്കെ ദൂരത്ത് പോകണമെന്നുണ്ടെങ്കിലും ഇതിനകത്തുണ്ട് നമുക്ക് മാക്സിമം കംഫോർട്ടായിട്ട് പോവാം. ഇപ്പം എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ ഡിസ്കിനൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അമ്മൂമ്മയ്ക്കൊക്കെ ഫ്രണ്ട് സീറ്റിലിരുന്നാൽ നല്ല കംഫോർട്ടാണ്. പിന്നെ ബാക്ക് സീറ്റിൽ മാത്രം നമുക്ക് ആ ഒരു കംഫോർട്ട് ഫീൽ ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. വണ്ടി ആയിട്ട് ഇത് നമ്മൾ ഇവിടെ ഓടുന്ന ആളല്ല കേട്ടോ, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വെച്ച് കണ്ട ആളാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാൽ ഈ പ്രായത്തിലും ഗോൾഡിനോടുള്ള സ്നേഹം ഉണ്ടെന്ന് പറയുമ്പോൾ ടാറ്റയുടെ വണ്ടികളുടെ പഴയ വണ്ടികളുടെ ഒരു രീതി മനസ്സിലായി കാണുമല്ലോ. ഓടിക്കാനൊക്കെ നല്ല രസമാണ്. ഇപ്പം ഈ പറഞ്ഞ തലവേദനകൾ വളരെ കുറവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ആളെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ രാവിലെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ കുറേ ദിവസങ്ങൾ വാഹനം ഓടിച്ച് നടന്ന ആ കൂടെയുള്ള ആ ഗ്രൂപ്പിലുള്ള ആളാണ്. പേര് ആൽവിൻ. നമസ്കാരം ആൽവിൻ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ മറ്റൊരു നാട്ടിൽ വാഹനം ഓടിച്ചിട്ട്? ഒന്നും പറയാനില്ല, മികച്ച ഒരു അനുഭവമായിരുന്നു. മികച്ച അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം രസമെന്ന് പറയുന്നത്, നമുക്ക് ഭയങ്കര സേഫാണ് വണ്ടി ഓടിക്കാനായിട്ട്. നമ്മൾ ട്രാഫിക് ലൈൻ അല്ലെങ്കിൽ ട്രാഫിക് ഡിസിപ്ലിൻസ് ഇതൊക്കെ ആ നാട്ടുകാർക്ക് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ആരുമായിട്ടൊരു എന്താ പറയുന്നത് ലൈൻ ചേഞ്ചിങ്, ഇൻഡിക്കേറ്റേഴ്സ്, നമ്മൾ കുറേ മര്യാദകൾ നമുക്ക് അതിനകത്ത് ശീലിക്കാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 10 ദിവസം. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് വിദേശത്ത് പോയതല്ലേ അത്? ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. അതിനുശേഷം ഇവിടെ വന്ന് ഓടിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് അതെന്തെങ്കിലും പാലിക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ, നമ്മൾ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം നിന്ന് മുമ്പിലുള്ള ആളിങ്ങോട്ട് വരുന്നു, പുറകിൽ ഒരു ഇതുമില്ലാതെ കയറി വരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും. ഫെഡറൽ ബാങ്കിലല്ലേ ജോലി ചെയ്യുന്നത്? ഇന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നതാണ്. എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിലെ വന്നതാണ്. അപ്പം ടാറ്റ നെക്സോൺ EV ആണ്. EV ആണെന്ന് മാത്രമല്ല ഈ നിറം എന്ന് പറയുന്നത് അധികം കണ്ടിട്ടില്ല. ആദ്യം ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ഒരു വർഷമായുള്ളൂ ഇറങ്ങിയിട്ട്. കഴിഞ്ഞ ഒക്ടോബർ 2023 സെപ്റ്റംബറിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഈ മോഡൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഫിയർലെസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. MR വേരിയന്റ്, അതായത് മീഡിയം റേഞ്ച് ആണ് ഇതിന്റെ ബാറ്ററി. അതായത് 30 യൂണിറ്റ് ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. എത്ര കിലോമീറ്റർ ഒരു റേഞ്ച് 315 കമ്പനി പറയുന്നുണ്ട്. എനിക്ക് ലോക്കൽ ഓട്ടത്തിൽ, അതായത് ഈ പറഞ്ഞ പോലെ കയറ്റം ഇറക്കം അല്ലാതെ ഫ്ലാറ്റ് ടെറൈൻ ആണെങ്കിൽ ഒരു ആവറേജ് 245-250 ലോക്കലിൽ എനിക്ക് കിട്ടും. ഞാൻ ലോങ് പോയപ്പോൾ എനിക്കൊരു 275 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ട്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. പലരും അത് പറയാറുണ്ട്. ഞങ്ങൾ ഈ ചാർജിങ് സ്റ്റേഷനിൽ പബ്ലിക് ചാർജിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ പലരും കാണുമ്പോൾ പലരും പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല, നിങ്ങളുടെ അത്രയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഓടിയതിൻ്റെ അനുസരിച്ചാണ്. സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ സമയമായോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് നെക്സോൺ EV വാങ്ങിക്കാനുള്ള ധൈര്യം കുട്ടിക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും 17 അന്നായി. പക്ഷെ ഇന്നിപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ് ഇതിന് വന്നിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫീൽഡ് ജോബാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ട്രാവലിംഗ് മസ്റ്റാണ്. അപ്പോൾ ഈ ട്രാവലിംഗ് സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്ത് പോകാനായിട്ട് ഇതല്ലാതെ എന്നാൽ റണ്ണിങ് കോസ്റ്റ് കുറഞ്ഞ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ വണ്ടി വേണമെന്നുള്ളതാണ് ഇലക്ട്രിക്കിൻ്റെ എന്നെ അട്രാക്ട് ചെയ്ത ഭാഗം. പിന്നെ എന്താണെന്ന് വെച്ചാൽ റിഫൈൻമെൻറ്റ്, ഇത് ഭയങ്കര റിഫൈൻഡ് ആണ്. റിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റാറ്റലിംഗ് ഇല്ല, അല്ലെങ്കിൽ അകത്തൊരു നോയ്സ് ഇല്ല, വൈബ്രേഷൻ. അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റും അതിനനുസരിച്ച് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും മെയിൻ്റെനൻസിൽ വരുന്നത്. ഇതിന് മുമ്പ് 2 വീലറാണ് ബേസിക്കലി ഓടിച്ചത്. പിന്നെ കാറുണ്ട് വീട്ടിൽ. എന്നാൽ പോലും പെട്രോളാണ്. നമുക്ക് അങ്ങനെ അത്രയും നമ്മുടെ ഓട്ടത്തിന് അങ്ങനെ സ്ഥിരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും എമൗണ്ട് അതിന് വരുന്നുണ്ട്, ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയിരുന്നു, അതോ ഇത് നേരെ വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ആ സമയത്ത് ഇലക്ട്രിക് അത്രയും ഓപ്പൺ അപ്പ് ആയിരുന്നില്ല ഇന്നത്തെ പോലെ. ഇന്നിപ്പോൾ കുറേ മോഡൽസ് ഇലക്ട്രിക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഉണ്ട് താനും. പക്ഷെ ആ സമയത്ത് ആകെ ഇത്, പിന്നെ ഒരു XUV ഫോർഡബിളോ ഉണ്ട്. പിന്നെ ഉള്ളത് MG ZS EV, അതിനാണെങ്കിൽ ഒരു 25 lakhs അടുത്ത് എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് റേഞ്ച് ഞാൻ നോക്കിയപ്പം എനിക്കിത് മാത്രമേ അഫോർഡബിൾ ആയിട്ടുള്ളൂ. എന്നാൽ വിത്ത് ഓൾ സ്പെക്സും വരുന്നുണ്ട്. കാരണം ഇത് രണ്ടാമത്തെ ഒരു ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് കുറേയൊക്കെ അവർ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇറക്കിയത് കൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എനിക്ക് വിഷയമില്ല. 33,000 കിലോമീറ്റർ ആയി വണ്ടി. 33,000. ഇതൊന്നും അല്ല, ഒരു 60,000 ഓടി വണ്ടി ഞങ്ങളുടെ നാട്ടിൽ തന്നെ നെക്സോൺ കൊണ്ടുവന്നു. ഇതിന്റെ പഴയ മോഡൽ, ഈ മോഡലല്ല, ഇതിന്റെ പഴയ മോഡലാണ്. അപ്പം ഇത് 33,000 ഓടി. ഇതുവരെയായിട്ട് എനിക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്ററിന് ഒരു 1,400 രൂപ വെച്ചിട്ട് ഒരു കിലോമീറ്ററിന് എനിക്ക് വരത്തുള്ളൂ റണ്ണിങ് കോസ്റ്റ് വന്നിട്ട്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഈ വണ്ടിയിൽ വന്നിട്ട്.
എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താണ്? ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്കണോമിക്കലാണ്. കാരണം ചിലവില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങോട്ട് വേണേലും പോകാം. കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് സമയമൊക്കെ ഒന്ന് കണ്ടെത്തി പബ്ലിക് ഒന്ന് നോക്കി നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, പരിസരത്ത് എവിടെയാണെന്നൊന്ന് കണ്ടുവച്ചാൽ മാത്രമേ ഉള്ളൂ. വലിയ കൂടുതലൊന്നും നമ്മൾ അതിനെ തീവ്രമായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്കണോമിക്കലി ഫസ്റ്റ് തിങ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് ആണ്. നമ്മളൊരു വീട്ടിലൊരു കൗച്ചിലിരുന്ന് പോകുന്ന ഒരു എഫക്റ്റ് ഇതിന് വരുന്നുള്ളൂ. ഇതാണ് ബേസിക്കലി. പിന്നെ ഇതിന്റെ കുറച്ച് ലുക്സ് കാര്യങ്ങൾ. ലുക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാച്ചിയാണ്. എല്ലാം സ്റ്റാൻഡ്സ് ഇങ്ങനെയാണ്. ഈ ഒരു കളറും എല്ലാവരും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും എല്ലായിടത്തും. എന്താണ് ഒരു പോരായ്മയായിട്ട് പറയാം? പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ആക്ച്വലി സബ് 4 മീറ്റർ ആയതിന്റെ പോരായ്മയേ ഉള്ളൂ. അതുകൊണ്ട് പുറകിലത്തെ ലെഗ് റൂംസ് കുറവാണ്, എൻട്രി എക്സിറ്റ് ഇച്ചിരി പാടാണ്. പിന്നെ സിറ്റി കമ്മ്യൂട്ടിങ്ങിൽ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു സിംഗിൾ കാർ ഇത് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് പോകുന്നു. കാരണം സിറ്റി കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല ഹെവിനെസ് ഫീൽ ചെയ്യും, വണ്ടി തിരിച്ചെടുക്കാനും മറിച്ചെടുക്കാനും ഒക്കെയാണ്. അതുകൊണ്ട് കോമറ്റൊക്കെയാണ് എനിക്ക് ഏറ്റവും ഈ പ്രിയ. ഈ ടേണിംഗ് റേഡിയസ് ഇച്ചിരി കൂടുതലാണ്. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഇച്ചിരി പാടാണ്, കുറച്ച് പാടാണ്. നമുക്കൊരു സെക്കൻഡറി ഓപ്ഷൻ സിറ്റിയിൽ വേണ്ടി വരും. ഇത് നമുക്ക് ലോങ് പോകുമ്പോൾ നല്ലതാണ്. കാരണം ഡ്രൈവിംഗ് ഡൈനാമിക്സ് അടിപൊളിയാണ്. സ്റ്റിയറിംഗ് നല്ല ഹാർഡ് ആയതുകൊണ്ട്, സസ്പെൻഷൻ സ്റ്റിഫർ ആയതുകൊണ്ട് നമുക്ക് ഹൈ സ്പീഡ്സിൽ പോകുമ്പോൾ കോണേഴ്സും നമുക്ക് മനോറബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. ഈ വണ്ടിയിൽ വന്നിട്ട് നല്ല രസകരമാണ്. ഇതിന് ഒരാൾ ടാറ്റ നെക്സോൺ EV വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ? നെക്സോൺ EV വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാക്ടേഴ്സ് നോക്കിയിട്ടാണെങ്കിൽ മേടിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ബാറ്ററി റീപ്ലേസ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റേ ചൈനീസ് ബ്രാൻഡിന്റെ ബാറ്ററി പോലെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, റിലേ ചെയ്യുന്നതല്ല. ബാറ്ററി വാറണ്ടി ഉള്ളതുകൊണ്ട് വിഷയമില്ല. എന്നാലും അതിന്റെ അത്രയും ലോങ് ടേമിലേക്ക് അറിയില്ല എങ്ങനെയാണ്. ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ട് 33,000 ഓടിയെങ്കിൽ ഇപ്പൊ ബാറ്ററി വാറണ്ടിയുടെ ഒക്കെ അടുത്തേക്ക് പെട്ടെന്ന് എത്തുമല്ലോ. പെട്ടെന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കിയാൽ 3-4 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് എത്തും വന്നിട്ട്. കുഴപ്പമില്ല. എന്നാലും ഞാൻ ഹാപ്പിയാണ്. കാരണം നമുക്ക് അത്ര ഓടാൻ പറ്റുന്നില്ല. നമ്മൾ ഡെയിലി നമുക്ക് ഇതിൽ ഉള്ളത് കൊണ്ട്, ലൈഫ് ഉള്ളത് കൊണ്ട് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനേക്കാളും അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ വിൻസറൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വേണേ റെക്കമെൻഡ്. കാരണം അൺലിമിറ്റഡ് ബാറ്ററി വാറണ്ടി ഒക്കെ വരുന്നുണ്ടല്ലോ. സർവീസ് എത്ര കാലം കൂടുമ്പോഴാണ്? 7,500 കിലോമീറ്ററിലാണ് സർവീസ് ഇന്റർവെൽ വരുന്നത്. അപ്പോൾ എല്ലാ സർവീസ് ഇന്റർവെല്ലും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 30,000-ലാണ് ഫൈനൽ സർവീസ് ചെയ്തത്. അത് പെയ്ഡ് സർവീസ് ആയിരുന്നു, ഒഫീഷ്യൽ പെയ്ഡ് സർവീസ് ആയിരുന്നു. അന്ന് വീൽ അലൈൻമെന്റും പിന്നെ ഒരു ട്രാൻസാക്ഷൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഓയിൽ, പർട്ടിക്കുലർ ഓയിലും ഉണ്ട് ഈ മോട്ടറിൽ ഒഴിക്കുന്ന. ഇതെല്ലാം കൂടെ മാറിയിട്ടാണ് 4,500 രൂപ 4,800 രൂപ വന്നുള്ളൂ. അലൈൻമെന്റ് കൂടെ നോക്കിയിട്ട്. അലൈൻമെന്റ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ അതിലും താഴെ കോസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഐസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സുഖമായിട്ട് വാറണ്ടി തീർന്നാലും നമുക്ക് ബോധറേഷൻ ഇല്ല. സുഖമായിട്ട് നമുക്ക് അതിൻ്റെ എന്താ പറയുക ബ്രേക്ക് ഇവൻ നേരത്തെ എടുത്ത് നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും ഇതിൽ. അപ്പോൾ സർവീസ് എങ്ങനെയുണ്ട്? ടാറ്റയുടെ സർവീസിനെ പറ്റി പല പരാതികളുണ്ടോ? ഞാൻ പലരും പറയുന്നത് കേട്ടു. എന്നോടും എല്ലാവരും ഇതാണ് ചോദിക്കുന്നത്. ബൈച്ചേട്ടൻ ചോദിച്ചത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ ലെക്സോണിലാണ് ചെയ്യുന്നത്. കോട്ടയത്ത് ലെക്സോൺ മാത്രമേ ഉള്ളൂ. ലെക്സോണും ഉണ്ട്, ഫോക്കസും ഉണ്ട്. പക്ഷേ ഫോക്കസ് ഞാൻ കൊടുത്തിട്ടില്ല. ലെക്സോൺ ടാറ്റല്ല കൊടുത്തിരിക്കുന്നത്. ഇതുവരെ സർവീസ് കാര്യങ്ങളും ഒരു കുഴപ്പമില്ല, ഇഷ്യൂസ് ഇല്ല. ഇതിൽ ഇൻഫാക്ട് ഇതിനൊരു ബാറ്ററി റീപ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. മേജർ ബാറ്ററി 17,000 കിലോമീറ്റർ ആയപ്പോൾ. കാരണം ഒരു 40% ഡ്രെയിൻ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്ക് 40% വരെ നോർമലായിട്ട് വണ്ടി ഓടും. നമ്മുടെ നോർമൽ റേഞ്ച് ഫുള്ള് കിട്ടും. 40 കഴിയുമ്പോൾ പെട്ടെന്ന് ഡ്രെയിൻ ആവും. അപ്പം ബാറ്ററിയുടെ ആ ഒരു അത്രയും ഭാഗത്തെ സെൽസ് പോയതാണെന്നാണ്. അപ്പം അവർ ഡയഗ്നോസ് ചെയ്ത് ഒരു ദിവസം കൊടുത്തു. ആ ദിവസം തന്നെ അവർ ഡയഗ്നോസ് ചെയ്തിട്ട് വൈകിട്ട് റിപ്പോർട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു ഓടിച്ചോ കുഴപ്പമില്ല, ഞങ്ങൾ ബാറ്ററിയുടെ ടിക്കറ്റ് റേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് പുതിയ റീപ്ലേസ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ അത് ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് ബാറ്ററി വന്നു. അതുവരെ ഞാൻ വണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അവിടെ യാർഡിലൊന്നും ഇട്ടിട്ടില്ല. കാരണം അത്ര എനിക്ക് ഉപയോഗിക്കാമല്ലോ. എനിക്ക് ഡെയിലി വണ്ടി ഉപയോഗിക്കുകയും വേണം, ഇല്ലാതിരിക്കാനും പറ്റത്തില്ല. അപ്പം 2 ആഴ്ച കൊണ്ട് വന്നു, ബാറ്ററി വന്നു. രാവിലെ കൊണ്ടേ കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ സാധനം തിരിച്ചു കിട്ടി. ഇതുവരെയായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. വാറണ്ടി ടൈം ഒക്കെ ആയതുകൊണ്ട് ഒരു വിഷയമില്ല വന്നിട്ട്. നല്ല സർവീസുമാണ്. ഓരോ സർവീസിനും പീരിയോഡിക് ഇന്റർവൽ സർവീസ് ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് രാവിലെ കൊടുക്കുന്നു, വൈകുന്നേരം തരുന്നു. കൃത്യമായിട്ട് നല്ല രീതിയിലുണ്ട്, നീറ്റായിട്ടാണ്. പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പാണ്. ഞാൻ കോട്ടയത്താണ് ചെയ്യുന്നത്. പാല ആയതുകൊണ്ട് കോട്ടയത്ത് ചെയ്യുന്നുണ്ട്. അവിടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ടും സർവീസ് ഇഷ്യൂസും അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും വന്നിട്ടില്ല. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എക്സ്പെക്ട് ചെയ്യുന്നു അത് തന്നെ. അപ്പോൾ ഇതിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതുതായിട്ട് ധാരാളം EV-കൾ വരുന്നല്ലോ. ഏറ്റവും അധികം ശ്രദ്ധിച്ച EV ഏതാണ് അടുത്ത കാലത്ത് ശ്രദ്ധിച്ച EV എന്ന് പറഞ്ഞാൽ വിൻസർ ഞാൻ ശ്രദ്ധിച്ചു. കാരണം MG വിൻസർ. കാരണം അൺലിമിറ്റഡ് വാറണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിൻ്റെ എന്നെ ശരിക്കും അറ്റായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഇപ്പം തന്നെ ഒന്ന് മാറിയാലോ എന്ന് വരെ ഒരു ആഗ്രഹമുണ്ട് അതിലേക്ക് വന്നിട്ട്. അതൊരു അപ്പം ഇത് 34 ആയുള്ള ഒരു 50,000 ഓടിച്ചിട്ട് കൊടുക്കണ്ടേ എന്നുള്ളൊരു സ്വയബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ നിൽക്കാതെ. പിന്നെ BYDയുടെ വണ്ടികൾ ശരിക്കും ക്യാച്ച്. ഈ ബൈജയുടെ റിവ്യൂ ചെയ്ത മറ്റേ E-Max 7 അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള നല്ല ഡിസൈനാണ്. പക്ക പ്രാക്ടിക്കാലിറ്റിയാണ് വണ്ടി വന്നിട്ട്. അതിനോടൊരു പ്രിയം തോന്നിയിട്ടുണ്ട്. പിന്നെ സീലും ഇഷ്ടമാണ്. എന്നാലും E-Max 7 ആണ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ്. അല്ലെങ്കിൽ MG വിൻസർ ഈ പറഞ്ഞ വാറണ്ടി ചൈനീസ് ബ്രാൻഡ്സ് പ്രിഫറബിളി. ഇതിനകത്ത് ധാരാളം ഇൻഫർടൈൻമെന്റ് കാര്യങ്ങൾ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ബഗുകളൊക്കെ ഉണ്ട്. ബഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ സാഹചര്യത്തിൽ ഇടയ്ക്ക് വല്ലതും ബഗ്സ് വരാറുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റ് ആസ്പെക്ട്സ്, അതായത് പവർ സ്റ്റിയറിംഗ്, AC, റേഞ്ച്, ഇത് മൂന്നേ ഞാൻ നോക്കുന്നുള്ളൂ. പക്ഷെ ബഗ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ബഗ്സ് ഉണ്ട്. ലൈക്ക് ബ്ലൂടൂത്ത് ഫോണുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ആവാതിരിക്കുക വല്ലപ്പോഴും. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ
ഒക്കെ വാർണിംഗ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അൺനെസസറി ആണ്, അത് ആവശ്യമുള്ളതല്ല. പക്ഷെ ഞാൻ പലയിടത്തും സർവീസുകാരെ കാണിച്ചു പറഞ്ഞു അതിനകത്ത് അത് റിലേറ്റ് ചെയ്തൊന്നുമില്ല. അതായത് ഈ ലിംഫോഡ് ആക്ടിവേറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും, പക്ഷെ അത് ബഗ്സിന്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണ്, അല്ലാതെ ഒന്നുമില്ല. പിന്നെ ചിലപ്പോൾ റേഞ്ചിന്റെ മീറ്റർ കാണിക്കത്തില്ല, അത് പക്ഷെ ഓട്ടോമാറ്റിക്കലി ഒരു 30 മിനിറ്റ്സ് വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഓഫ് ചെയ്ത് ഓൺ ആയി കഴിയുമ്പോൾ അത് റെക്ടിഫൈ ആയിക്കോളും. നമ്മുടെ ഒരു ദിവസം നമ്മളെ മുടക്കുന്ന രീതിയിലൊന്നും ഇതുവരെയായിട്ടും വണ്ടി നമ്മളെ കാണിച്ചിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഫസ്റ്റ് എഡീഷനിൽ നിന്നും കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് പുതിയത് വന്നതുകൊണ്ടുള്ള മാറ്റങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം പോലും മടുപ്പിച്ചിട്ടില്ല, ഒരു ദിവസം പോലും ഇന്ന് പണി നടക്കാതിരിക്കത്തില്ല ഈ വണ്ടി. ഈ 17 ലക്ഷം രൂപയ്ക്കുണ്ടോ ഇത്? നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല, അന്ന് ഓവർ പ്രൈസാണ്, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അന്ന് മോഡൽസ് വളരെ ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് വില ശരിക്കും പറഞ്ഞാൽ 17 ലക്ഷം രൂപയ്ക്കില്ല. കാരണം ഇവർ ഈ മോട്ടറും ബാറ്ററിയും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ചെയ്യുന്നതല്ല. പിന്നെ ടാറ്റ എന്നുള്ള വണ്ടി നല്ലതാണ്, വണ്ടിയുടെ ക്വാളിറ്റി നൈസാണ്, സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ് ഉണ്ട്, മറ്റ് ഫീച്ചേഴ്സ്, നല്ല സേഫ്റ്റിയാണ്. നമുക്ക് നല്ലൊരു പ്രീമിയംനെസ് അകത്തിരിക്കുമ്പോൾ വണ്ടിയെ സംബന്ധിച്ച് പറയുവാണല്ലോ. ബാക്കി പിന്നെ മോട്ടറും ബാറ്ററിയാണ് ഇതിൻ്റെ കോസ്റ്റ് ആയിട്ട് അവർ പറയുന്ന കാര്യം. അത് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് ഇത് മൗണ്ട് ചെയ്യുമല്ലോ വന്നിട്ട്. അപ്പോൾ അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നി, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അന്നേ അത് ചെയ്താലേ പറ്റത്തുള്ളൂ. അതാണ് ഒരു 15-16 രൂപ മാക്സിമം, 14 രൂപ ആ റേഞ്ച്. അതെ. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് വണ്ടിയെപ്പറ്റി മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് 1 കിലോമീറ്റർ ഓടാൻ എത്ര രൂപയാകുന്നുണ്ട് എന്ന് പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുക, ചാർജിങ് ടൈം എത്ര എടുക്കുന്നു? ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ വീട്ടിലാണ് ഞാൻ AC ചാർജിങ് ആണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ കുത്തിയിടുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 50% അല്ലെങ്കിൽ 40% പോകാറില്ല. അപ്പോൾ അവിടുന്ന് ഒരു 5 hours ഫുൾ ചാർജ് ആവും. പുറത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 0 to 100 ആണെങ്കിൽ ഒരു 1.25 മണിക്കൂർ പുറത്ത് വരുന്നുള്ളൂ. എന്നാൽ നമ്മൾ അത്രയൊന്നും പോകാറില്ല, ഒരു കാരണവശാലും 30-ൽ താഴെ നമ്മൾ പോകാറില്ല. കാരണം നമ്മളിപ്പോഴും റിസർവ് കീപ്പ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ അടുത്ത പ്ലാനിന് വേണ്ടി കിട്ടും. അപ്പോൾ ഒരു മാക്സിമം ഒരു 45 മിനിറ്റ്സ് നമുക്ക് ആവശ്യം വരാറുള്ളൂ. എന്നാൽ പോലും 100 ആക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു 100 കിലോമീറ്റർ ഓടാനായിട്ടൊരു 20 മിനിറ്റിൻ്റെ ചാർജിങ് ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് അതേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട BYD Max 7 നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടും തീർച്ചയായിട്ടും ഇനിയും കാണാം. വിദേശങ്ങളെ റോഡ് ട്രിപ്പുകളും ഒക്കെ റോഡ് ട്രിപ്പ് നമ്മൾ ഇനിയും പോകുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫെയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റ് ഒരു എപ്പിസോഡുമായിട്ട് കാണാം. വീഡിയോ എല്ലാവർക്കും നന്ദി, ബൈ.